രണ്ട് ഗൈസ് എൻ്റെ കുമ്പളങ്ങയൊക്കെ ഉണങ്ങിപ്പോയി കേട്ടോ. ഞാൻ ബാക്കിൽ പോയി നോക്കിയപ്പോഴത്തേക്കും അതില്ല, അത് മൊത്തം എന്തോ അത് ഉണങ്ങിപ്പോയി. നോക്കിയിട്ട് കണ്ടില്ല, അവിടെ ചെടിയൊന്നും കാണുന്നില്ലായിരുന്നു. ഇതാണ്ടേ നമ്മുടെ ആഫ്രിക്കൻ വെച്ച് ഇവിടെ മഴ ചെയ്തുകൊണ്ട് സ്ഥലം പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതപ്പുറത്തെ വീട്ടിലെ കപ്പങ്ങയാണ് ഗൈസ്. ഉണ്ടോ, അടിപൊളി കപ്പങ്ങയാണ്. വയതിനുണ്ട്. ആണ്ടേ കാണാൻ പറ്റുമെന്ന് അറിയില്ല, താഴെയുമുണ്ട്. ഉണ്ടോ, ഇതാണ്ട് ഗൈസ്, കാണാൻ എന്ത് ഭംഗിയാണ്, പക്ഷെ കിട്ടില്ല. പിന്നെ എൻ്റെ കപ്പങ്ങ എന്ന് വെച്ചാൽ മുൻപ് എൻ്റെ കപ്പങ്ങ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടായി കഴിഞ്ഞ ശേഷം ഞങ്ങളത് വെട്ടി ലാസ്റ്റ് പൊക്കത്തിലേക്ക് പോയിരുന്നു. ഇപ്പം അതിന് ശേഷം വന്ന കപ്പങ്ങയാണ് ഗൈസ്. ഇത് വളർന്നതാ എന്നെക്കാളും വലുതായി. പിന്നെ മുരിങ്ങയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുരിങ്ങയും പിടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കറിവേപ്പിലയും പിടിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചെമ്പരത്തിയിൽ പുൽച്ചാടിയാന്ന് തോന്നുന്നു, നിറയെ ഇലയെല്ലാം തിന്നിട്ട് നോക്ക് ബാക്കിയിട്ടായിരുന്നു. എൻ്റെ ഈ പേരയ്ക്ക, ഇതിൽ നിന്ന് ഒരു പേരയ്ക്ക ഉണ്ടായിട്ട് കഴിച്ചിട്ട് വേണം എനിക്ക് മരിക്കാൻ എന്ന് കരുതി ഞാൻ നോക്കി. എന്നിട്ട് അമ്മ ഇത് വളരും തോറും വെട്ടി വരുവാണ്. അതുകൊണ്ട് ഈ ജന്മത്തെ പേരയ്ക്ക വെച്ചിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുന്നോന്നുള്ള. എന്നാലും നമുക്ക് നോക്കാം.